എല്ലാവരും സുഖം തന്നെയല്ലേ? ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരുപാട് പേര് റിക്വസ്റ്റ് ചെയ്തിട്ടുള്ള റെസിപ്പി ആയിട്ടാണ്. സോഫ്റ്റ് ഇഡ്ഡലി. അപ്പൊ പലവരും എന്നോട് ചോദിക്കാറുണ്ട്, ചേച്ചി എങ്ങനെയാ പൂ പോലുള്ള ഇഡ്ഡലി ഉണ്ടാക്കുന്നതെന്ന്. അപ്പോൾ അതിനുള്ള മറുപടിയാണ് ഇന്നത്തെ റെസിപ്പി. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. അതിനു മുമ്പ് ഒരു കാര്യം, കുറെ പേരെ എന്നോട് ചോദിക്കുന്നു, ചേച്ചിനെ കുറിച്ച് അറിയാൻ താല്പര്യമുണ്ട്, ചേച്ചിയുടെ വീട് എവിടെയാണ്, നാട് എവിടെയാണെന്നുള്ള കാര്യങ്ങളൊക്കെ. അപ്പൊ അതൊക്കെ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ ബ്ലോഗിൽ എഴുതിയിട്ടുണ്ട്. എങ്കിൽ പോലും ചോദിച്ച സ്ഥിതിക്ക് ഞാൻ പറയാം. ഞാൻ ജനിച്ചതും വളർന്നതും തൃശ്ശൂർ ജില്ലയിലെ ഇരിഞ്ഞാലക്കുടയ്ക്ക് അടുത്ത് പെരിഞ്ഞിന എന്ന് പറയുന്ന സ്ഥലത്താണ്. പിന്നെ എനിക്ക് 2 മക്കളുണ്ട്, 2 ആൺകുട്ടികളാണ്. നിങ്ങൾ പലരും പിള്ളേരെ കണ്ടിട്ടുണ്ടാവും അല്ലേ? അതുപോലെ തന്നെ ഭർത്താവ് ജാൻ ജോഷി എമിറേറ്റ്സിൽ വർക്ക് ചെയ്യുന്നു. ഇത്ര അറിഞ്ഞാൽ പോരെ? അപ്പൊ ഇനി വേഗം തന്നെ നമുക്ക് റെസിപ്പിയിലോട്ട് കിടക്കാം. അപ്പൊ സോഫ്റ്റ് ഇഡ്ഡലി എങ്ങനെ ഉണ്ടാക്കണമെന്ന് ഞാൻ കാണിച്ചു തരാം. ഓക്കെ, അപ്പൊ നമുക്ക് നമ്മളെ ഇഡ്ഡലി ഉണ്ടാക്കാൻ ആവശ്യമായ സാധനങ്ങൾ എന്തൊക്കെയാന്ന് നോക്കാം. ആദ്യമായിട്ട് നമ്മൾ എടുക്കേണ്ടത് ഇഡ്ഡലി റൈസ്. ഞാൻ പാലപ്പം ഉണ്ടാക്കിയപ്പോൾ കാണിച്ചു തന്നിരുന്നില്ലേ ഇഡ്ഡലി റൈസ് തന്നെ എടുക്കണം. എന്നാൽ ഞാൻ ഉദ്ദേശിക്കുന്ന ആ സോഫ്റ്റ്നെസ് ഇഡ്ഡലിക്ക് കിട്ടുള്ളൂ. ഞാനിവിടെ 250 ml സ്റ്റാൻഡേർഡ് കപ്പിലാണ് ഇപ്പോൾ ഇഡ്ഡലി റൈസ് അളന്നിരിക്കുന്നത്. ഇത് 1 കപ്പ്. ഇതുപോലത്തെ 2 കപ്പ് ഇഡ്ഡലി റൈസാണ് ഞാനിപ്പോൾ സോക്ക് ചെയ്യാൻ ഇടുന്നത്. അതിന് വേണ്ടി ഒരു പാത്രത്തിലോട്ട് ഇഡ്ഡലി റൈസ് ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് വേണ്ടത് ഉഴുന്നാണ്. 1/2 കപ്പും പിന്നെ 2 ടേബിൾ സ്പൂണും. 1/2 കപ്പ് എന്ന് വെച്ചാൽ 125 ml പ്ലസ് 2 ടേബിൾ സ്പൂൺ, അതായത് 15 ml പ്ലസ് 15 ml. ഇത് നമുക്ക് ഇതുപോലെ തന്നെ കഴുകി സോക്ക് ചെയ്ത് ഇടണം. അപ്പം അതിന് വേണ്ടിയിട്ട് നമുക്കൊരു പാത്രത്തിലോട്ട് ഇടാം. ഇനി നമുക്ക് വേണ്ടത് 1/4 കപ്പ് വെള്ളാവല് തന്നെ വേണം. ബ്രൗൺ ഷെയ്ഡ് അവല് യൂസ് ചെയ്യാൻ പാടില്ല. ടേസ്റ്റിന് ഡിഫറൻസ് വരില്ല, പക്ഷെ അത് ഇഡ്ഡലിയുടെ കളറ് മാറിപ്പോവും. അതുകൊണ്ട് വൈറ്റ് അവല് തന്നെ എടുക്കുക. അപ്പോൾ ഇത് 1/4 കപ്പ് കേട്ടോ. അതും നമുക്ക് സോക്ക് ചെയ്യാൻ ഇടണം. പിന്നെ നമുക്ക് വേണ്ടത് 1/4 ടേബിൾ സ്പൂൺ ഉലുവ, അതും ഒരു പാത്രത്തിലോട്ട് ഇടുക. ഇതെല്ലാം നമ്മൾ തനിയാണ് സോക്ക് ചെയ്യാൻ ഇടുന്നത്. അതിനു മുമ്പായിട്ട് എല്ലാം 1-2 പ്രാവശ്യം നന്നായി കഴുകിയതിന് ശേഷം മാത്രം സോക്ക് ചെയ്യാൻ പാടുള്ളൂ. അപ്പൊ അതിനു മുമ്പ് നമുക്ക് കഴുകാം. നമുക്ക് അതിന് വേണ്ടിയിട്ട് ആദ്യം തന്നെ ഇഡ്ഡലി റൈസ് നന്നായി 3-4 പ്രാവശ്യം കഴുകി അതിന്റെ പശപ്പൊക്കെ ഒന്ന് കളയാം. അതിനുശേഷം മാത്രം നമ്മൾ സോക്ക് ചെയ്ത് ഇട്ടാൽ മതി. ഈ വെള്ള കളറൊക്കെ മാറി വാട്ടർ ക്ലിയർ ആവുന്ന വരെ നന്നായിട്ട് ഇഡ്ഡലി റൈസ് കഴുകാൻ ശ്രദ്ധിക്കുക. അപ്പൊ നമ്മുടെ വെള്ളം നല്ല ക്ലിയർ ആയിട്ടുണ്ട്. അതിന്റെ വൈറ്റ് കളറൊക്കെ മാറി പശയൊക്കെ മാറിയിട്ടുണ്ട് അരിയുടെ. ഇനി ഇതിൽ ഒരു 3-4 മണിക്കൂർ നമ്മൾ സോക്ക് ചെയ്ത് ഇടണം. അപ്പൊ ഇത് മാറ്റി വെക്കാം. ഇനി അതുപോലെ തന്നെ നമ്മുടെ ഉഴുന്ന് നന്നായിട്ട് കഴുകി അതിലെ പശപ്പൊക്കെ പോയിട്ടുണ്ട്, നല്ല ക്ലിയർ ആയിട്ടുണ്ട്. നമ്മൾ അരയ്ക്കുമ്പോൾ ഈ വെള്ളമല്ല യൂസ് ചെയ്യുന്നത്, അതുകൊണ്ട് ടാപ്പ് വാട്ടർ യൂസ് ചെയ്താലും കുഴപ്പമൊന്നുമില്ല. കൂടുതൽ വെള്ളത്തിൽ സോക്ക് ചെയ്യാൻ ശ്രദ്ധിക്കുക. അപ്പൊ നമുക്കിത് ഇതും ഒരു 4 മണിക്കൂർ സോക്ക് ചെയ്യാൻ വെക്കുക. ഇനി വേണ്ടത് വെള്ളാവലാണ്. വെള്ളാവലും ഇതുപോലെ തന്നെ 2-3 പ്രാവശ്യം കഴുകിയതിന് ശേഷം 1 ഗ്ലാസ് വെള്ളം ഒഴിച്ച് നമുക്ക് സോക്ക് ചെയ്യാൻ ഇടണം. ഇത് സോക്ക് ചെയ്യാൻ ഇടുമ്പോൾ ഒരു കാര്യം പ്രത്യേകിച്ച് ശ്രദ്ധിക്കണം. ഇതിൽ നല്ല വെള്ളം ഒഴിച്ച് വേണം സോക്ക് ചെയ്യാൻ. കാരണം നമുക്ക് കുതിർന്ന് വരുമ്പോൾ വെള്ളം മുഴുവൻ അബ്സോർവ് ചെയ്തിട്ട് പിന്നെ നമ്മൾ അരയ്ക്കുമ്പോൾ വെള്ളം വേറെ എക്സ്ട്രാ ആഡ് ചെയ്യുന്നില്ല. അപ്പൊ അതുകൊണ്ട് ഇതിൽ നമ്മൾ നല്ല വെള്ളം ഒഴിച്ചിട്ട് വേണം സോക്ക് ചെയ്ത് വെക്കാൻ. അതായത് 1 ഗ്ലാസ് വെള്ളം ഞാനിപ്പോൾ ഒഴിക്കാൻ പോകുന്നുണ്ട്, നല്ല കുടിക്കുന്ന വെള്ളം കേട്ടോ. അപ്പൊ ഞാനിതിൽ 1 ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ട് ഇതങ്ങ് കുതിർത്ത് വെക്കാൻ പോകണം. ഇതിപ്പോൾ 4 മണിക്കൂർ സോക്ക് ചെയ്യണമെന്നൊന്നുമില്ല, 1 മണിക്കൂർ സോക്ക് ചെയ്താലും മതി. പക്ഷെ ഞാൻ സത്യം പറഞ്ഞാൽ മറന്നു പോകും ഇടയ്ക്ക്. അപ്പോൾ ഇത് ഒരുമിച്ച് സോക്ക് ചെയ്ത് വെക്കണമെങ്കിൽ നമുക്ക് പിന്നെ മറവി ഒഴിവാക്കാൻ പറ്റും. അതുകൊണ്ട് ഇപ്പോൾ ഇത് 4 മണിക്കൂർ സോക്ക് ചെയ്താലും പ്രശ്നമൊന്നുമില്ല. അപ്പോൾ ഇതിൻ്റെ കൂട്ടത്തിൽ കൂടെ തന്നെ ഇന്ന് സോക്ക് ചെയ്യാൻ വെക്കാം. അതിന് ഉലുവയും കഴുകിയിട്ടുണ്ട്. അത് ഇത്രയും വെള്ളത്തിൽ നമുക്ക് ഒരു 3-4 മണിക്കൂർ വെക്കാം. അതിനുശേഷം ഇതെല്ലാം ഇരുന്ന് നന്നായി കുതിരട്ടെ. ഇനി നമുക്ക് 4 മണിക്കൂർ ശേഷം ഇത് അരച്ചെടുക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ഇതേ അപ്പം നമ്മുടെ എല്ലാം സോക്കായിട്ടുണ്ട്. ഇപ്പൊ ഞാൻ എടുത്തിരിക്കുന്ന അവലാണ്. ഇപ്പൊ ഞാൻ 1 ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ടുണ്ടായിരുന്നില്ല. 1 ഗ്ലാസ് വെള്ളം ഒഴിച്ചപ്പോൾ ഇതെല്ലാം നന്നായി കുതിർന്ന് വന്നിട്ടുണ്ട്. അപ്പോൾ ആ വെള്ളം കംപ്ലീറ്റ് ഇത് അബ്സോർബ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കിത് ഒരു ജാറിലോട്ട് ഇട്ടതിന് ശേഷം അതിന്റെ കൂടെ നമ്മൾ സോക്ക് ചെയ്ത് വെച്ചിരിക്കുന്ന ഉലുവയില്ലേ അതും കൂടെ ചേർത്തിട്ട് നന്നായി അരച്ചു കൊടുക്കാം. അപ്പൊ ആദ്യം നമുക്ക് വെള്ളം ഇല്ലാണ്ട് അരച്ച് നോക്കാം. ആവശ്യമുണ്ടെങ്കിൽ മാത്രം വെള്ളം ഒഴിച്ച് കൊടുത്താൽ മതി. മാക്സിമം നിങ്ങൾ വെള്ളം കുറച്ചിട്ട് അരയ്ക്കാൻ ശ്രമിക്കുക. ഞാനിപ്പോൾ ഇത് അരച്ച് നോക്കട്ടെ. ആവശ്യമുണ്ടെങ്കിൽ മാത്രമേ ഞാൻ വെള്ളം ഒഴിക്കുന്നുള്ളൂ. ഞാൻ പറയാം അഥവാ ഞാൻ ഒഴിക്കുന്നുണ്ടെങ്കിൽ. ഓക്കെ, അപ്പോൾ നമ്മുടെ അവലും ഉലുവയും കൂടി ഞാൻ അരച്ചിട്ടുണ്ട്. ഞാനിതിൽ ഒട്ടും വെള്ളം ചേർത്തിട്ടില്ല. നമ്മൾ സോക്ക് ചെയ്യാൻ ഉപയോഗിച്ച് 1 ഗ്ലാസ് വെള്ളം മാത്രമേ ഇതിലുള്ളൂ. ഞാൻ എക്സ്ട്രാ ഇപ്പോൾ അരയ്ക്കുന്ന സമയത്ത് ഒട്ടും വെള്ളം ആഡ് ചെയ്തിട്ടില്ല. അഥവാ നിങ്ങളുടെ മിക്സിയിൽ അരയ്ക്കാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ വളരെ കുറച്ച് വെള്ളം മാത്രം ആഡ് ചെയ്തിട്ട് അരയ്ക്കാൻ പാടുള്ളൂ. അപ്പോൾ ഇതൊരു വലിയ കണ്ടെയ്നറിലോട്ട് നമുക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പം നമ്മൾ അരച്ചു വെച്ചിരിക്കുന്ന അവലിന്റെ ബാറ്റർ നമ്മൾ ഇതിലോട്ട് ഒരു വലിയ കണ്ടെയ്നറിലോട്ട് ഒഴിച്ചിട്ടുണ്ട്. അടുത്തത് ഈ പാത്രം ഇതിൽ തന്നെ ആയിക്കോട്ടെ, കഴുകൊന്നും വേണ്ട. ഈ സെയിം ജാറിൽ തന്നെ നമ്മൾ സോക്ക് ചെയ്ത് വെച്ചിരിക്കുന്ന ഉഴുന്ന് അത് ആദ്യത്തെ വെള്ളം ഡ്രെയിൻ ചെയ്തതിന് ശേഷം ഐസ് വാട്ടർ ഒഴിച്ചിട്ട് വേണം നമുക്കത് അരച്ചെടുക്കാൻ.
അപ്പോൾ നമുക്കതിലോട്ട് നമ്മുടെ കുതിർത്തി വെച്ചിരിക്കുന്ന ഉഴുന്ന് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലോട്ട് ആദ്യം തന്നെ 1/2 ഗ്ലാസ് ഐസ് വാട്ടർ ഒഴിച്ചു കൊടുക്കുക. നമ്മൾ ഉഴുന്ന് എപ്പോഴും ഐസ് വാട്ടറിൽ മാത്രം അരച്ചാൽ മതി. കാരണം അരയുമ്പോൾ, പ്രത്യേകിച്ചും മിക്സിയിൽ അരയ്ക്കുമ്പോൾ നന്നായി ചൂടാവും. അതുകൊണ്ട് നമ്മുടെ ബാറ്റർ ചൂടാവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഐസ് വാട്ടറിൽ നമ്മളിത് അരയ്ക്കുന്നത്. അപ്പോൾ ആദ്യം കുറച്ച് ഐസ് വാട്ടർ ഒഴിക്കുക, വേണമെന്നുണ്ടെങ്കിൽ മാത്രം പിന്നെ ആഡ് ചെയ്ത് കൊടുത്താൽ മതി. ആദ്യം ഞാനിപ്പോൾ ഇതിലോട്ട് 1/2 ഗ്ലാസ് വാട്ടറാണ് ഒഴിച്ചിരിക്കുന്നത്. നമുക്ക് ഒരു 3 മിനിറ്റോളം അരച്ച് കൊടുക്കണം. അല്ലെങ്കിൽ നന്നായി അറിയുന്നവരെ. പക്ഷേ ചൂടാവാൻ നിൽക്കരുത്. നിങ്ങൾക്ക് അഥവാ ചൂടാവെന്ന് തോന്നുന്നുണ്ടെങ്കിൽ ഈ മിക്സി ഓഫ് ചെയ്ത് വെക്കണം. കുറച്ച് കഴിഞ്ഞതിന് ശേഷം മാത്രം ഓൺ ചെയ്താൽ മതി. പക്ഷേ ഐസ് വാട്ടർ ഒഴിക്കുന്നതുകൊണ്ട് ഒരിക്കലും അങ്ങനെ സംഭവിക്കാൻ വഴിയില്ല. ഞാനിപ്പോൾ 1/2 കപ്പ് വെള്ളം ഒഴിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. അത്ര മതി. കണ്ട നല്ല ഫ്ലഫി ആയിട്ട് വന്നിട്ടുണ്ട് നമ്മുടെ ഉഴുന്ന്. അപ്പോൾ ഈ കൺസിസ്റ്റൻസി ഇരുന്നോട്ട്. ഒരുപാട് വെള്ളമാവാൻ പാടില്ല നമ്മളിത് ഉഴുന്ന് അരയ്ക്കുമ്പോൾ. ഇത് നമുക്ക് നമ്മൾ നേരത്തെ ഒഴിച്ചു വെച്ചിരിക്കുന്ന അവൽ ഒഴിച്ചു വെച്ചില്ലേ വലിയ കണ്ടെയ്നറിൽ, അതിലോട്ട് ഒഴിച്ചു കൊടുക്കാം. ഇനി ബാക്കിയുള്ളത് എന്താ, നമുക്ക് അരി നമുക്ക് ആ വെള്ളത്തിൽ നിന്ന് ഊറ്റി ഇട്ട് കൊടുക്കുക. ഒരു 2-3 ബാച്ചായിട്ട് അരി അരച്ചെടുക്കുക. ഇതിൽ ആവശ്യത്തിന് വെള്ളം ഒഴിക്കുക. അപ്പം 1/2 കപ്പ് വെള്ളം ഒഴിക്കാൻ പോകുന്നുണ്ട്. പിന്നെ അടുത്തത് അതിനനുസരിച്ച് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കുക. അപ്പം ഞാൻ അവസാനം പറയാം ഞാൻ എത്ര വെള്ളം മൊത്തത്തിൽ ഒഴിച്ചു എന്നുള്ള കാര്യം. ഇത് ഭയങ്കര ഫൈനായിട്ട് അരച്ചെടുക്കാൻ പാടില്ല. ചെറിയ ചെറിയ തരികളുള്ള പോലെ അരച്ചെടുക്കണം. നമ്മൾ അരി അരച്ചിട്ടുണ്ട്. ഇത് കണ്ടില്ലേ, ഈ ഒരു കൺസിസ്റ്റൻസിയിൽ 1/2 ഗ്ലാസ് വെള്ളമാണ് ഞാൻ ഒഴിച്ചിരിക്കുന്നത്. ഇപ്പം ഇതിലൊരു ചെറിയ തരികളുണ്ട്. ഒരുപാട് അങ്ങ് ഫൈൻ പേസ്റ്റ് ആയിട്ടില്ല. അപ്പോൾ ആ പരുവത്തിൽ വേണം നമ്മൾ അരച്ചെടുക്കാൻ. ഇത് നമ്മുടെ കണ്ടെയ്നറിലോട്ട് ഒഴിച്ചു കൊടുക്കാം. ഇനി ബാക്കിയുള്ള അരിയും കൂടെ നമുക്ക് അരച്ചെടുക്കാം. ഇപ്പോഴും അരയ്ക്കുമ്പോൾ സൂക്ഷിക്കേണ്ട ഏറ്റവും വലിയ കാര്യം, ഒരിക്കലും നമ്മുടെ മാവ് ഒരുപാട് അങ്ങ് വെള്ളമാവാൻ പാടില്ല. നല്ല തിക്കായിട്ടിരിക്കണം. ഫെർമെൻറ്റ് ചെയ്ത് വരുമ്പോൾ കൺസിസ്റ്റൻസി കുറച്ചും കൂടെ ലൂസനാവും. അങ്ങനെ നമ്മുടെ രണ്ടാമത്തെ സെറ്റ് മാവും അരഞ്ഞിട്ടുണ്ട് നേരത്തെ പോലെ തന്നെ. അത് നമുക്ക് നമ്മുടെ കണ്ടെയ്നറിലോട്ട് ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്ക് ചേർക്കേണ്ടത് 1 ടേബിൾ സ്പൂണോളം കല്ലുപ്പ് ഇട്ടിട്ടുണ്ട്. ഇത് നന്നായിട്ട് കൈ കൊണ്ട് തന്നെ നന്നായി മിക്സ് ചെയ്യാൻ ശ്രമിക്കുക. ചിലർ വിചാരിക്കുന്നുണ്ടാവും കൈ കൊണ്ട്, അയ്യോ ഇതെന്താ കൈ കൊണ്ട് മിക്സ് ചെയ്യുന്നതെന്ന്. പക്ഷേ നമ്മുടെ കയ്യിലുള്ള ഫ്രണ്ട്ലി ബാക്ടീരിയ വേണം നമുക്ക് ഈ മാവായിട്ട് പ്രവർത്തിച്ചിട്ട് നല്ല സോഫ്റ്റ് ഇഡ്ഡലി കിട്ടാൻ. അപ്പോൾ പണ്ടൊക്കെ അമ്മമ്മമാർ ശ്രദ്ധിച്ചിട്ടില്ലേ, ഗ്രൈൻഡറിലൊക്കെ ചെയ്യുമ്പോൾ കൈ കൊണ്ട് തന്നെയാണ് എല്ലാം മിക്സിംഗ് ഒക്കെ ആയിരുന്നത്. നല്ല കൈ വൃത്തിയായിരിക്കണമെന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ നന്നായി ഈ ഉപ്പും ഈ എല്ലാ മാവുകളും, ഈ 3 ടൈപ്പ് മാവ് നമ്മൾ അരച്ചിട്ടില്ലേ, അതെല്ലാം കൂടി നന്നായി അങ്ങ് മിക്സ് ചെയ്ത് കൊടുക്കുക. ഒരു 2-3 മിനിറ്റ് നേരം അങ്ങ് മിക്സ് ചെയ്യുക. ഇപ്പോൾ ഗ്ലൗസ് ഇട്ടുകൊണ്ട് കാര്യമില്ല, കാരണം കൈ തന്നെ വേണം. അപ്പോൾ കൈ വൃത്തിയായി കഴിഞ്ഞാൽ ഒരു കുഴപ്പമില്ല. നമ്മൾ ഫുഡ് കഴിക്കുന്ന കൈ കൊണ്ട് തന്നെയല്ലേ. അപ്പോൾ ആ ഒരു ബുദ്ധിമുട്ടൊന്നും നിങ്ങൾ വിചാരിക്കേണ്ട. അപ്പോൾ കൈ കൊണ്ട് നന്നായി അങ്ങ് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം, അപ്പോൾ ഉപ്പും നമ്മൾ ഇട്ടിട്ടുണ്ട്. ഉപ്പ് ഇപ്പോൾ മിക്സ് ആയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ മാവ് ഇനി നല്ല ടൈറ്റായിട്ട് അടച്ച്, ഞാനിപ്പോൾ എന്താ ചെയ്യണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ രാത്രി സമയമായി. അപ്പോൾ ഞാൻ ബാൽക്കണിയിലാണ് കൊണ്ടുവയ്ക്കാറ്. അപ്പോൾ ബാൽക്കണിയിൽ ഇതിപ്പോൾ ഇതുപോലെ ടൈറ്റായിട്ട് അടച്ചിട്ട് കൊണ്ടുവയ്ക്കുകയാണെങ്കിൽ അഴുക്കൊന്നും ഇതിൽ വീഴില്ല. നിങ്ങളിപ്പോൾ തണുത്ത പ്രദേശങ്ങളിൽ താമസിക്കുന്ന ആൾക്കാരാണ്, അതായത് അമേരിക്ക പോലുള്ള സ്ഥലങ്ങളിൽ താമസിക്കുന്ന ആൾക്കാരാണെങ്കിൽ നിങ്ങൾ കണ്ടെയ്നറിൽ മാവ് ഒഴിച്ചതിന് ശേഷം നിങ്ങളൊരു വൂളൻ ക്ലോത്തിൽ, അല്ലെങ്കിൽ നമ്മൾ പുതപ്പില്ലേ, നമ്മുടെ കമ്പിളി പുതപ്പ് പോലുള്ള നല്ല കട്ടിയുള്ള ചൂട് നിലനിൽക്കുന്ന പോലുള്ള പുതപ്പ് കൊണ്ട് ഇത് റാപ്പ് ചെയ്ത് സൂക്ഷിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ശരിക്കും നല്ലോണം ഇത് മാവ് പൊന്തി വരും. ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. അല്ലെങ്കിൽ സാധാരണ നമ്മൾ ടെമ്പറേച്ചർ ആണെങ്കിൽ ഇതേപോലെ കിച്ചൻ്റെ അടുത്ത് വെക്കാം. അല്ലാന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ചെയ്യുന്ന പോലെ തന്നെ പുറത്ത് കൊണ്ട് വെക്കാം. അല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ ഓവൻ്റെ ഉള്ളിൽ ലൈറ്റ് മാത്രം ഓൺ ചെയ്തിട്ട് അതിൻ്റെ ഉള്ളിലും വെക്കാം. അതിലത്തെ ചൂട് കൊണ്ട് ഇത് പുളിച്ചോളും. പിന്നെ ഇതിൻ്റെ ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇതിൽ കുറച്ച് മാത്രമേ ഉഴുന്ന് ഉപയോഗിക്കുന്നുള്ളൂ. അതുകൊണ്ട് ഒരുപാട് അങ്ങ് പുളിക്കില്ല. അതേസമയം നന്നായി പൊന്തുകയും ചെയ്യും. അപ്പോൾ നമുക്കിനി ഇത് 12 മണിക്കൂർ ശേഷം കാണാം. നമ്മുടെ മാവ് നന്നായി ഫെർമെൻറ്റ് ചെയ്തിട്ടുണ്ട്. കണ്ട നല്ല ലൈറ്റ് വെയിറ്റ് ആയിട്ട് മാറി. നമ്മളപ്പോൾ ആ തിക്നെസ് നമ്മൾ വളരെ വെള്ളം കുറച്ചിട്ട് വെച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. പക്ഷേ ഫെർമെൻറ്റ് ചെയ്തപ്പോൾ ഇത്രയും കൺസിസ്റ്റൻസി ലൂസായിട്ടുണ്ട്. ഇനി നമുക്കിതിൽ വെള്ളം ഒഴിക്കാൻ പാടില്ല. ഞാനിതിന്ന് രാവിലെ ജാനു ഓഫീസിൽ കൊണ്ടുപോകാൻ വേണ്ടി കുറച്ച് ഇഡലി എടുത്ത് ഓൾറെഡി ഉണ്ടാക്കിയിട്ടുണ്ട്. അതുകൊണ്ടാണ് കുറച്ച് കുറഞ്ഞിരിക്കുന്നത് മാവ്. അപ്പോൾ നമുക്കിനി ഇഡലി അങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. അതിന് വേണ്ടി നമുക്കൊരു സ്റ്റീമറിൽ കുറച്ച് വെള്ളം ഒഴിക്കുക. ഒരുപാട് വെള്ളം ഒഴിക്കാൻ പാടില്ല ഒരിക്കലും. കുറച്ച് കാൽഭാഗത്തിൻ്റെ അത്രയും വെള്ളം ഒഴിക്കുക. അതിനുശേഷം അതിലേക്ക് ഇതുപോലത്തെ എന്തെങ്കിലും ഒരു റിങ്ങോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് ഇടാം. കാരണം നമ്മളുടെ ഇഡ്ഡലി തട്ട് വെള്ളത്തിൽ മുങ്ങിപ്പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളത് ചെയ്യുന്നത്. അതിനുശേഷം ഇഡ്ഡലി തട്ട് നമുക്ക് അതിലോട്ട് വെച്ച് കൊടുക്കാം. അപ്പം നമ്മളത്, അല്ലെങ്കിൽ ഇത് ഏറ്റവും വെള്ളത്തിലോട്ട് മുങ്ങിക്കഴിഞ്ഞാൽ എന്താ സംഭവിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ ഈ ഇതിലോട്ടൊക്കെ വെള്ളം കയറാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് നമ്മൾ താഴെ എന്തെങ്കിലും ഒരു ഹൈറ്റുള്ള സംഭവം വെച്ചതിന് ശേഷം മാത്രം നമ്മൾ ഇഡ്ഡലി തട്ട് വെക്കുക. അല്ലെങ്കിൽ നിങ്ങൾ താഴത്തെ ഇഡ്ഡലി തട്ടിൽ ഇഡ്ഡലി ഒഴിക്കാതിരുന്നാലും മതി. അപ്പോൾ നമുക്കിനി ഇതിലോട്ട് മാവ് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ എടുത്തിരിക്കുന്നത് നോൺ സ്റ്റിക്കിൻ്റെ ഇഡ്ഡലി തട്ടാണ്. നിങ്ങളുടെ അടുത്ത് നോൺ സ്റ്റിക്ക് ഇല്ലെങ്കിൽ ഇതുപോലത്തെ സ്റ്റീലിൻ്റെ തട്ടിൽ ഒന്ന്
എണ്ണ തടവിന് ശേഷം നമുക്ക് അതിലോട്ട് ഒഴിച്ചു കൊടുത്താലും മതി. ഒരുപാട് ഫില്ല് ചെയ്യാൻ പാടില്ല. ഇനി അടുത്ത തട്ട് വെച്ച് കൊടുക്കാം. ഇത് അടച്ചു വെച്ച് സ്റ്റീം ചെയ്തെടുക്കാം. ഇപ്പോൾ ഇതൊരു 7 മുതൽ 10 മിനിറ്റ് വരെയാണ് ഇതിൻ്റെ സ്റ്റീമിങ് ടൈം. അപ്പോൾ നമുക്ക് ഒരുപാട് സ്റ്റീം ചെയ്ത് കഴിഞ്ഞാൽ എന്താ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇഡലി നല്ല ഹാർഡായി പോകും. അപ്പോൾ ഒരു 7 മിനിറ്റ് കഴിയുമ്പോൾ നമുക്കൊരു എന്തെങ്കിലും ഫോർക്കോ എന്തെങ്കിലും ഒന്ന് ഇൻസേർട്ട് ചെയ്ത് കഴിഞ്ഞാൽ അത് ക്ലിയർ ആയിട്ട് വന്നു കഴിഞ്ഞാൽ നിങ്ങൾ ഇഡലി റെഡി ആയെന്നാണ് അർത്ഥം. ഒരുപാട് നേരം സ്റ്റീം ചെയ്യാൻ പാടില്ല ഒരിക്കലും. 7 മിനിറ്റ് കഴിഞ്ഞിട്ട് ഞാൻ തുറന്ന് നോക്കട്ടെ ഇഡലി ആയിട്ടുണ്ടോയെന്ന്. അപ്പോൾ ഒരു സ്ക്യൂർ വെച്ചിട്ടൊന്ന് ഇൻസേർട്ട് ചെയ്യുക. അത് നല്ല ക്ലിയർ ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താ, നമ്മുടെ ഇഡലി റെഡി ആണെന്നാണ്. അപ്പോൾ ഇത് പുറത്തെടുത്ത് വെക്കുക. അപ്പോൾ കറക്റ്റ് ഷേപ്പ് കിട്ടുകയാണെങ്കിൽ ഒരു 5-10 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം മാത്രം ഈ മോളിൽ നിന്ന് റിമൂവ് ചെയ്താൽ മതി. അല്ലെങ്കിൽ നമ്മളെ ഇതിൻ്റെ ഷേപ്പ് നഷ്ടപ്പെടും ചൂടോടുകൂടി എടുക്കുകയാണെങ്കിൽ. അപ്പോൾ നല്ല ഭംഗിയുള്ള ഇഡലി കിട്ടുകയാണെങ്കിൽ ഒരു 5 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം മാത്രം അത് എടുക്കാൻ പാടുള്ളൂ. ഓക്കെ, അപ്പോൾ ഒരു 5 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമുക്കിനി മോളിൽ നിന്ന് നമ്മുടെ ഇഡലി റിമൂവ് ചെയ്യാം. ഇതിപ്പോൾ നോൺ സ്റ്റിക്ക് ആയതുകൊണ്ട് ഒരു ബുദ്ധിമുട്ടില്ലാണ്ട് നമുക്കിത് റിമൂവ് ചെയ്യാൻ പറ്റും. വളരെ എളുപ്പമാണ്. വളരെ സോഫ്റ്റാണ്. എന്താ പറയുക, പഞ്ഞി പോലെ ഇരിക്കുന്ന ഇഡ്ഡലിയാണ് നമ്മുടെ. അങ്ങനെ നമ്മുടെ 8 ഇഡലി റിമൂവ് ചെയ്തിട്ടുണ്ട്. ബാക്കിയുള്ള ഇഡലി മാവ് ഞാൻ ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇന്നും നാളെയും ഇഡലി ഉണ്ടാക്കാം. അതായത് 2 ദിവസം ഇഡലി ഉണ്ടാക്കാം. അത് കഴിഞ്ഞ് 3-ാമത്തെ ദിവസം മാവ് ബാക്കി ഉണ്ടെങ്കിൽ അത് ദോശയ്ക്ക് വേണ്ടി യൂസ് ചെയ്യാം. അപ്പോൾ കുറച്ചും കൂടെ അല്പം മാത്രം വെള്ളം ഒഴിച്ചൊന്ന് ഡൈല്യൂട്ട് ചെയ്തതിന് ശേഷം നമുക്ക് ദോശ ഉണ്ടാക്കി കഴിക്കാം. ദോശയ്ക്ക് നല്ല റെസിപ്പിയാണിത്. പിന്നെ പ്രത്യേകിച്ചൊരു കാര്യം പറയാനുണ്ട്. ഞാൻ പറഞ്ഞില്ലേ മറ്റേ അരി അരയ്ക്കുമ്പോൾ ഒരുപാട് അരയരുന്നേ പറഞ്ഞിട്ടുള്ളൂ. അതേസമയം അരയണം. വളരെ ഫൈൻ പേസ്റ്റ് ആയിട്ട് അരയേണ്ടത് മാത്രം. ചെറുതായിട്ടൊന്നൊരു തരി വേണം, അല്ലാതെ ഒരുപാട് അരയ്ക്കാതിരിക്കരുത്. അപ്പൊ നമ്മൾ ഉദ്ദേശിച്ച രീതിയിൽ ഇട്ട് കിട്ടില്ല. കാര്യം പറയാൻ മറന്നുപോയി. ഇപ്പൊ എൻ്റെ സ്പ്ലിറ്റ് ആയിട്ടുള്ള ഉഴുന്നുപരിപ്പാണ് ഉണ്ടായിരുന്നത്. ഏറ്റവും ബെസ്റ്റ് മുഴുവനോട് കൂടിയിട്ടുള്ള നല്ല ഉരുണ്ടിരിക്കുന്ന ഉഴുന്നുപരിപ്പ് കാണാറില്ലേ, അതാണ് ഈ സോഫ്റ്റ് ഇഡ്ഡലി ഉണ്ടാക്കാൻ ഏറ്റവും നല്ലത്. അപ്പം അതുകൊണ്ട് നിങ്ങൾക്ക് അത് കിട്ടുകയാണെങ്കിൽ അത് വാങ്ങിച്ചിട്ട് ഉണ്ടാക്കിയാൽ മതി. എൻ്റെ കയ്യിൽ അവൈലബിൾ ആയിരുന്നില്ല, അതുകൊണ്ടാണ് ഞാൻ അത് ഉണ്ടാക്കിയത്. എങ്കിൽ പോലും നല്ല സോഫ്റ്റ് ഇഡ്ഡലി കിട്ടിയിട്ടുണ്ട്. പക്ഷേ ഞാൻ പറയുമ്പോൾ ഏറ്റവും ബെസ്റ്റ് വണ്ടി പറഞ്ഞുതരാം നിങ്ങൾക്ക്. നിങ്ങൾ രാവിലെ ഒരുപാട് ഇഡ്ഡലി ഉണ്ടാക്കി വെച്ചു, പക്ഷെ ഒരുപാട് അങ്ങ് ചിലവായില്ല എന്ന് വിചാരിക്കുക. അങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബാക്കിയുള്ള ഇഡ്ഡലി ഇതേപോലെ തന്നെ ഒരു സ്റ്റീമറിൽ വെച്ചിട്ട് ഒന്ന് ആവി കയറ്റി എടുത്തു കഴിഞ്ഞാൽ ഫ്രഷ് ആയിട്ടുള്ള ഇഡ്ഡലി നമുക്ക് ഈവനിങ് ആണെങ്കിലും കിട്ടും. അല്ലെങ്കിൽ ഓവനിൽ വെച്ച് ജസ്റ്റ് ഒന്ന് ചൂടാക്കിയാലും മതി. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യാൻ മറക്കരുത്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയുക. അപ്പോൾ അടുത്ത റെസിപ്പി ആയിട്ട് വരുന്നവരെ നന്ദി, നമസ്കാരം. താങ്ക്